ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 16ാമത്തെ ദശകം നോക്കാം. നാരായണാവതാരവും ദക്ഷയാഗവും. ഒന്നാമത്തെ ശ്ലോകം. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. പദം മുറിച്ച് പറയാം. ദക്ഷഃ വിരിഞ്ചതനയഃ അഥ മനോഃ തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ചാപ കന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അഥ അനന്തരം വിരിഞ്ചതനയഃ ദക്ഷഃ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി മനോഹോ മനുവിൻ്റെ സ്വയംഭുവ മനുവിൻ്റെ തനൂജാം പുത്രിയായ പ്രസൂതിയെ ലഭിച്ചിട്ട് വിവാഹം ചെയ്തിട്ട് ഇവളിൽ ആ പ്രസൂതിയിൽ ഷോഡശ കന്യാഹ ആബ 16 കന്യകമാരെ ലഭിക്കുകയും ചെയ്തു. ധർമ്മദേവന് ത്രയോദശ 13 കന്യകമാരെയും പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി അഗ്നിക്ക് സ്വാഹയെയും ത്വത് അംശേ അവിടുത്തെ തന്നെ അംശമായ ഗിരിശേ ശിവന് സതിയെയും ദദൗ കൊടുത്തു, വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം എന്ന് പറയുമ്പോൾ ദേവഹൂതി നിർമ്മലമായ മനസ്സോടു കൂടിയിട്ട് മുക്തിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നാരായണാവതാരം പറയാൻ തുടങ്ങുകയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചിട്ട് ആ പ്രസൂതിയിൽ 16 കന്യകമാർ ഉണ്ടായി. അതിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു, സ്വധയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു, സ്വാഹയെ അഗ്നിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇനി ഭഗവാന്റെ തന്നെ അംശമായ ശിവന് സതിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഇനി രണ്ടാമത്തെ ശ്ലോകം. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഘാഃ. പദം മുറിച്ച് പറയാം. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവൃഷുഃ നുനുവുഃ സുരൗഘാഃ. ധർമ്മഗൃഹിണി മൂർത്തിഹി ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണല്ലോ. മഹിത അനുഭാവം സർവരാലും പൂജിക്കപ്പെടുന്ന ഭവന്തം അവിടുന്ന് തന്നെയായ നരസഖം നാരായണം നരനാരായണന്മാരെ സുഷുവേ പ്രസവിച്ചത്. യത് ജന്മനി ആ യാതൊരു അവതാരത്തിലാണോ സുരൗഘാഹ ദേവസമൂഹം ആ ദേവസമൂഹം പ്രമുദിതാഹ അത്യധികം സന്തോഷിച്ചത്. ആ ദേവന്മാരെ കൃതതൂര്യഘോഷാഹ വാദ്യഘോഷം മുഴക്കിക്കൊണ്ട് പുഷ്പോത്കരാൻ പുഷ്പങ്ങളുടെ കൂട്ടം പാരിജാതത്തിൻ്റെ കൂട്ടം പാരിജാത പുഷ്പങ്ങൾ വാരി വിതറിക്കൊണ്ട് വിതറിക്കൊണ്ട് നുനുവുഹു സ്തുതിച്ചു, ദേവന്മാര് സ്തുതിച്ചു. ദക്ഷപ്രജാപതിയുടെ 13 പുത്രിമാരിലെ ഒരാളാണ് മൂർത്തി.
ധർമ്മദേവന്റെ പത്നിയായ മൂർത്തി സർവജനങ്ങളാലും പൂജിക്കപ്പെടുന്ന ഭഗവാൻ തന്നെയായ നരനാരായണന്മാരെ പ്രസവിച്ചു. ആ നരനാരായണന്മാരുടെ അവതാരത്തിൽ സന്തോഷിച്ച ദേവന്മാര് വാദ്യഘോഷം മുഴക്കിക്കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അടുത്തത് 3-ാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈഃ പരീദം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. പദമുറിച്ച് പറയാം. ദൈത്യം സഹസ്രകവചം കവചൈഃ പരീദം സാഹസ്രവത്സര തപ സമര അഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. ഭവന്തം നിങ്ങൾ രണ്ടുപേരും, നരനാരായണന്മാർ രണ്ടുപേരും, സാഹസ്രവത്സര തപഃ 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ സമര അഭിലവ്യൈഹി സമരം യുദ്ധം അഭിലവ്യൈഹി മുറിക്കപ്പെടാവുന്നത്. അപ്പോൾ 1000 കൊല്ലത്തെ യുദ്ധം കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന കവചൈഹി പരീതം കവചങ്ങളാൽ ചുറ്റപ്പെട്ട എന്ന് പറയുമ്പോൾ 1000 പോർച്ചട്ടകൾ ധരിച്ച സഹസ്രകവചം ദൈത്യം സഹസ്രകവചൻ എന്ന അസുരനെ പര്യായ നിർമ്മിത തപസ്സമരൗ പര്യായ നിർമ്മിത തപസ്സമരൗ പര്യായം ഒന്നിടവിട്ട് തപസ്സും യുദ്ധവും അങ്ങനെ ഒന്നിടവിട്ട് ചെയ്തതായ തപസ് യുദ്ധം ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട് ശിഷ്ട ഏക കങ്കടം ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്തിട്ട് അമും ആ അസുരനെ സലീലം ലീലയായിട്ട് അനായാസേന ന്യഹതാം നിഗ്രഹിച്ചു. അപ്പോൾ 1000 പോർച്ചട്ടകളെ കൊണ്ട് ചുറ്റപ്പെട്ട പർവ്വതാകാരനായ സഹസ്രകവചൻ എന്ന അസുരൻ ബ്രഹ്മാവിനോട് ഒരു വരം വാങ്ങി. എന്നോട് യുദ്ധം ചെയ്ത് എൻ്റെ ഒരു കവചം മുറിക്കണമെങ്കിൽ 1000 വർഷം തപസ് ചെയ്യണം എന്ന് പറയുമ്പോൾ 1000 വർഷം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായാലേ ആ അസുരൻ്റെ ഒരു പോർച്ചട്ട മുറിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 1000 പോർച്ചട്ടകളാണ്. അതുകൊണ്ട് ഭഗവാൻ നരനാരായണനായി അവതരിച്ചിട്ട് രണ്ടുപേരും തപസ്സിന് പോയി. നരനാരായണന്മാരിലെ ഒരാൾ 1000 കൊല്ലം തപസ് ചെയ്യും, മറ്റേയാൾ അത്രയും കാലം യുദ്ധം ചെയ്യും. അങ്ങനെ ഓരോരുത്തരും മാറി മാറി യുദ്ധം ചെയ്തിട്ടും തപസ് ചെയ്തും 1000 പോർച്ചട്ടയിൽ ഒന്ന് മാത്രം ബാക്കി വെച്ചിട്ട് അസുരനെ നിസ്സാരമായിട്ട് വധിച്ചു എന്ന് പറയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. അന്വാചരന്നുപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാസീ ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. പദമുറിച്ച് പറയാം. അന്വാചരൻ ഉപദിശൻ അഭി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമ മധ്യവാസീഃ ശക്രോധ തേ ശമ തപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ മാരം. അനന്തരം ത്വം അവിടുന്ന് ഭ്രാതൃമാൻ സഹോദരനോട് കൂടിയിട്ട് നരൻ എന്ന സഹോദരനോട് കൂടിയിട്ട് മോക്ഷധർമ്മം അന്വാചരൻ മോക്ഷധർമ്മത്തെ ആചരിച്ചുകൊണ്ടും ഉപദിശൻ ഉപദേശിച്ചുകൊണ്ടും ബദര്യാശ്രമത്തിൽ അധ്യവാസീഹി അധിവസിച്ചു. അനന്തരം ശക്രഃ ഇന്ദ്രൻ തേ അങ്ങയുടെ ശമ തമോബല നിസ്സഹാത്മാ ശമം തപോബലം
എന്നിവയെ സഹിക്കാൻ കഴിയാത്തവനായിട്ട് അതെല്ലാം കണ്ട് കോപിച്ചിട്ട് മാരം കാമദേവനെ ദിവ്യ അങ്കനാ പരിവൃതം സ്വർഗസുന്ദരിമാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് സ്വർഗസുന്ദരിമാരോട് കൂടിയിട്ട് പ്രജിഘ്രായ പറഞ്ഞയച്ചു. പിന്നീട് സഹസ്രകവചനെ വധിച്ചതിന് ശേഷം ഭഗവാൻ സഹോദരനായ നരനോട് കൂടിയിട്ട് നിവൃത്തി മാർഗത്തെ സ്വയം ആചരിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടും ബദരികാശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശമം ദമം തപോബലം എന്നിവയൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാത്ത ഇന്ദ്രൻ കാമദേവനെ സുന്ദരികളായ അപ്സര സ്ത്രീകളോട് കൂടിയിട്ട് നരനാരായണന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സ്വയം സ്വസ്ഥതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ സമാധാനമില്ലാത്തവർക്ക് മറ്റൊരാൾ സ്വസ്ഥനായും സമാധാനമായും ഇരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ആചരിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും എന്ന് പറയുമ്പോൾ മറ്റൊരാളെ ഉപദേശിക്കുന്നതിന് മുൻപായിട്ട് സ്വയം ആചരിച്ച് കാണിക്കണമെന്നാണ്. എന്തും സ്വയം ആചരിച്ചിട്ട് വേണം അന്യരെ ഉപദേശിക്കാൻ എന്നും ഈ ശ്ലോകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖേർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജ. പദമുറിച്ച് പറയാം. കാമഃ വസന്തമലയാനില ബന്ധുശാലി കാന്ത കടാക്ഷ വിശിഖൈഃ വികസത് വിലാസൈഃ വിദ്യൻ മുഹുഹു അകമ്പം ഉദീക്ഷ്യ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജ. കാമഃ കാമദേവൻ വസന്ത മലയാനില ബന്ധുശാലി വസന്തകാലം മലയാനിലൻ തെക്കൻ കാറ്റ്. അപ്പോൾ വസന്തകാലം തെക്കൻ കാറ്റ് തുടങ്ങിയ ബന്ധുക്കളോട് കൂടിയിട്ട് കാന്താഹ സുന്ദരിമാരുടെ കടാക്ഷ വിശിഖൈഹി കടാക്ഷമാകുന്ന അമ്പുകളെ കൊണ്ട് മുഹുഹു വിദ്യഞ്ച വീണ്ടും വീണ്ടും പ്രഹരിച്ചിട്ടും എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചിട്ടും എന്ന് പറയുമ്പോൾ നോട്ടം കൊണ്ട് വശപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും പലതരത്തിലുള്ള വിലാസങ്ങളെ കൊണ്ട് പലതരത്തിൽ നൃത്തം ചെയ്തിട്ട് ത്വാം ഭഗവാനെ മേൽപ്പത്തൂർ പറയാണ് ഭഗവാനെ അങ്ങയെ അകമ്പം ഇളകാത്തവനായി ഉദ്ദീക്ഷ്യ കണ്ടിട്ട് യാതൊരു ഇളക്കവുമില്ലാത്തതായിട്ട് മനസ്സിലാക്കിയിട്ട് ഭീതഹ ഭയപ്പെട്ടു. അനന്തരം മൃദുഹാസഭാജ അതിസുന്ദരമായ മന്ദഹാസത്തോടു കൂടിയിട്ട് ജഗദേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞയച്ച കാമദേവൻ വസന്തകാലം തെക്കൻ കാറ്റ് എന്നിങ്ങനെയുള്ള ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും ഇപ്പോൾ വസന്ത ഋതുവും ഇളം കാറ്റും പുഷ്പങ്ങളും ഇതൊക്കെ കാമദേവൻ്റെ സന്തത സഹചാരികളാണ്. അപ്പോൾ അതിസുന്ദരികളായ അപ്സര സ്ത്രീകളോടും കൂടി കാമദേവൻ ആ നരനാരായണന്മാരുടെ അടുത്ത് എത്തിയിട്ട് സുന്ദരിമാരായ ദേവാംഗനമാർ അവരുടെ കടാക്ഷമാകുന്ന നോട്ടമാകുന്ന അമ്പുകൾ കൊണ്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പലതരത്തിലുള്ള നൃത്തം കൊണ്ട് ഭഗവാന്റെ തപസ് മുടക്കാൻ ശ്രമിച്ചിട്ടും ഭഗവാന് യാതൊരു ഇളക്കവും ഇല്ല എന്ന് കണ്ടപ്പോൾ കാമദേവന് ഭയമായി. അങ്ങനെ ഭയപ്പെട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ മൃദുവായ മന്ദഹാസത്തോടു കൂടിയിട്ട് ഭഗവാൻ കാമദേവനോട് ഇങ്ങനെ പറഞ്ഞു. ഇനി 6-ാമത്തെ ശ്ലോകം. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതഃ സ്തുവതാമധൈഷാം പ്രാദർശയ സ്വപരിചാരകാദരാക്ഷീ. പദമുറിച്ച് പറയാം. ഭീത്യാലമംഗജ വസന്ത
സുരാംഗന വഹ മന്മാനനം തു ഇഹ ത്വിഹ ജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സ്തുവതാം അഥൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. അഥ ത്വം അനന്തരം ഭഗവാനെ അവിടുന്ന് ഹേ അംഗജ, ഹേ കാമ, വസന്ത, സുരാംഗനാഹ ദേവസുന്ദരിമാരെ, വഹ നിങ്ങൾക്ക്, ഭീത്യ അലം ഭയം വേണ്ട, ഇഹ ഇവിടെ, മന്മാനനം തു എൻ്റെ സമ്മാനത്തെ ജുഷധ്വം സ്വീകരിച്ചാലും, ഇതി ബ്രുവാണഃ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷി സ്വന്തം പരിചാരികമാരായ സുന്ദരിമാരെ വിസ്മയേന അത്ഭുതത്തോടെ പരിതഃ ചുറ്റും നിന്ന് സ്തുവതാം സ്തുതിക്കുന്ന ഏഷാം അവർക്ക് കാമൻ മുതലായവർക്ക് പ്രാദർശ കാണിച്ചു കൊടുത്തു. പ്രാദർശയ കാണിച്ചു കൊടുത്തു. അനന്തരം ഭഗവാൻ കാമനെയും ദേവാംഗനകളെയും വസന്ത ഋതുവിനെയും ഒക്കെ വിളിച്ചിട്ട് ഭയപ്പെടേണ്ട, ഒരു സമ്മാനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ ഭയത്തോടെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന കാമൻ മുതലായവർക്ക് തൻ്റെ സ്വന്തം ദാസിമാരായ സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു. ഇനി 7ാമത്തെ ശ്ലോകം. സമ്മോഹനായ മിളിത മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാഭൂ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. പദമുറിച്ച് പറയാം. സമ്മോഹനായ മിളിത മദനാദയസ്തേ ത്വദ് ദാസികാപരിമളൈഃ കില മോഹമാഭുഃ ദത്താം ത്വയാ ച ജഗൃഹുഃ ജഗൃഹുസ്ത്രഭയൈവ സർവ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. തേ സമ്മോഹനായ അവിടുത്തെ മോഹിപ്പിക്കുവാൻ മിളിതാഹ എത്തിച്ചേർന്ന മദനാദയഃ കാമദേവൻ മുതലായവര് ത്വത് ദാസികാ പരിമളൈഃ അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹത്തെ ആബുഹു കില പ്രാപിച്ചുവല്ലോ. പുനഃ അതിനുശേഷം ത്വയാ ദത്താം ഭഗവാനെ അങ്ങയാൽ കൊടുക്കപ്പെട്ട സർവ സ്വർവാസി ഗർവശമനീം എല്ലാ സ്വർഗവാസികളുടെയും ഗർവശമനീം ഗർവത്തെ ശമിപ്പിക്കുന്ന വിധത്തില് സുന്ദരിയായ താം ഉർവശീം ആ ഉർവശിയെ ത്രഭയാ ഏവ ലജ്ജയോടെ തന്നെ ജഗൃഹുച്ച സ്വീകരിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുകയാണ്, ഭഗവാനെ മോഹിപ്പിക്കാൻ വന്ന കാമൻ മുതലായവർ അവിടുത്തെ ദാസിമാരുടെ സൗരഭ്യത്തിൽ ആകൃഷ്ടരായിട്ട് അവരിൽ മോഹിച്ചു പോയല്ലോ. ആ സമയത്ത് അവിടുന്ന് അവർക്ക് ഒരു സമ്മാനം കൂടെ കൊടുക്കുകയുണ്ടായി. ദേവാംഗനമാരുടെ സുന്ദരിയാണെന്നുള്ള അഹങ്കാരം ശമിക്കാൻ ഉതകുന്ന തരത്തിൽ അതിസുന്ദരിയായ ഉർവശിയെ അവർക്ക് സമ്മാനിക്കുകയും അവർ ആ ഉർവശിയെ സ്വല്പം ലജ്ജയോടെ തന്നെ കാമൻ സ്വീകരിക്കുകയും ചെയ്തു. ഇനി 8ാമത്തെ ശ്ലോകം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്രാം പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. പദമുറിച്ച് പറയാം. ദൃഷ്ട്വാ ഉർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലഃ അജനി ഭവത് മഹിമ അവമർശാത് ഏവം പ്രശാന്ത രമണീയതര അവതാരാത്
പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തഃ അധികഃ വരദ കൃഷ്ണതനുഃ ത്വം ഏവ കൃഷ്ണതനുസ്ത്വമേവ. ശക്രഃ ഇന്ദ്രൻ ഉർവശീം ദൃഷ്ട്വാ ഉർവശിയെ കണ്ടിട്ട് തവ കഥാം നിശമ്യ ച അങ്ങയുടെ കഥകളെ കേട്ടിട്ടും ഭവത് മഹിമ അവമർശാത് അങ്ങയുടെ മഹിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടും പര്യാകുലഃ അജനി വ്യാകുലനായി തീർന്നു. ഹേ വരദ ഗുരുവായൂരപ്പ പ്രശാന്തരമണീയതര അവതാരാത് പ്രശാന്തവും തപോനിഷ്ഠയാൽ അതിമനോഹരവുമായ അവതാരമെടുത്ത രമണീയതരം എന്ന് പറയുമ്പോൾ അതിമനോഹരം. ത്വത്തഃ അധികഃ നാരായണമൂർത്തിയേക്കാൾ വലുതായത് ശ്രേഷ്ഠമായത് കൃഷ്ണതനുഃ ത്വം ഏവ കൃഷ്ണസ്വരൂപമായ അവിടുന്ന് തന്നെയാണ്. ഇവിടെ ഭഗവാൻ സമ്മാനിച്ച ഉർവശിയെ കണ്ടപ്പോൾ ദേവേന്ദ്രൻ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വ്യാകുല ചിത്തനായി തീർന്നു എന്ന് പറയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്, ഗുരുവായൂരപ്പ പ്രശാന്തസുന്ദരമായ തപോനിഷ്ഠയാൽ അതിമനോഹരമായ അവതാരമെടുത്ത സൗമ്യനായ നാരായണമൂർത്തിയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? ഇനിയിപ്പോൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കൃഷ്ണസ്വരൂപമെടുത്ത അങ്ങ് തന്നെയാണല്ലോ എന്ന് ഭഗവാനോട് പറയാണ്. അടുത്തത് 9ാമത്തെ ശ്ലോകം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. പദം മുറിച്ച് പറയാം. ദക്ഷഃ തു ദക്ഷസ്തു ധാതുഃ അതിലാളനയാ രജഃ അന്തഃ ന അത്യാദൃതഃ ത്വയി നാത്യാദൃതസ്ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത് കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സ ഭവത് തനും ഏവ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. അടുത്ത 2 ശ്ലോകം കൊണ്ട് ദക്ഷയാഗചരിതം പറയാണ്. ദക്ഷസ്തു ദക്ഷഃ തു ദക്ഷനാകട്ടെ ധാതുഹു ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട് എന്ന് പറയുമ്പോൾ അമിതമായ ലാളന കൊണ്ട് രജോന്ധം രജോ ഗുണത്താൽ അന്ധനായിട്ട് എന്ന് പറയുമ്പോൾ രജോ ഗുണം അധികരിച്ചതുകൊണ്ട് എന്ന് പറയുമ്പോൾ രാജസഗുണങ്ങളായ കാമക്രോധ ലോഭ മത മാത്സര്യാദികളാൽ വിവേകമില്ലാതായിട്ട് ആദൃത ആദരിക്കപ്പെട്ടവനായിട്ട് അത്യാദൃത എന്ന് പറയുമ്പോൾ നല്ലതുപോലെ ആദരിക്കപ്പെട്ടവനായിട്ട്. ഇവിടെ ന അത്യാദൃത എന്ന് പറയുമ്പോൾ നല്ലതുപോലെ ആദരിക്കപ്പെടാത്തവനായിട്ട് എന്ന് പറയുമ്പോൾ ആരാലും ആദരിക്കപ്പെടാത്തവനായിട്ട് എന്നർത്ഥം. അത്യധികം ലാളിച്ച ബ്രഹ്മാവ് പോലും ആദരിക്കാതായി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരാലും പരിത്യക്തനായിട്ട് ത്വയി ച ഭഗവാനെ അങ്ങയിൽ പോലും അശാന്തിഹി ആസീത് അശാന്തിയെ ഉണ്ടാക്കി അങ്ങയോട് പോലും ഭഗവാനോട് പോലും ബഹുമാനമില്ലാതായി കഷ്ടം യേന ആ വിനയമില്ലായ്മ കൊണ്ട് സഹ ആ ദക്ഷൻ ഭവത് തനും ഏവ അവിടുത്തെ തന്നെ മൂർത്തിയായ സർവം ശിവനെ വെരുന്ത ദ്വേഷിച്ചു വൈരപിശുനെ യജ്ഞെ ശിവനോടുള്ള വിരോധത്തെ സൂചിപ്പിക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ അങ്ങനെ നടത്തിയ യാഗത്തിൽ വെച്ച് സ്വസുതാം സ്വന്തം മകളെ എന്ന് പറയുമ്പോൾ സതിയെ വ്യമാനീത് ച അപമാനിക്കുകയും ചെയ്തു. അപ്പോൾ അമിതമായ ലാളന കൊണ്ട് ബ്രഹ്മാവ് പുത്രനായ ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയായിട്ട് നിശ്ചയിച്ചു. അധികാരം കയ്യിൽ വന്നപ്പോഴുണ്ടായ അഹങ്കാരം കൊണ്ട് രജോ ഗുണം വർദ്ധിച്ച് കാമം ക്രോധം മുതലായ ഭാവങ്ങൾ കൊണ്ട് ഇപ്പോൾ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി അല്ലേ ഭഗവത്ഗീത. കാമത്തിൽ നിന്നും ക്രോധമുണ്ടാകുന്നു,
ക്രോധം കൊണ്ട് വിവേകം നശിക്കുന്നു. വിവേകം നശിക്കുമ്പോൾ ഓർമ്മക്കുറവുണ്ടാകുന്നു. ഓർമ്മക്കുറവുണ്ടാകുമ്പോൾ ബുദ്ധി നശിക്കുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി, നശിക്കുന്നു. അപ്പോൾ ഇവിടെ കാമം, ക്രോധം മുതലായ ഭാവം കൊണ്ട് വിവേകശൂന്യനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, വിവേകമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിനാൽ പോലും പരിത്യക്തനായിട്ട് ഭഗവാന്റെ അടുത്തുപോലും വിനയമില്ലാത്തവനായി തീർന്നു. അപ്പോൾ അങ്ങനെ ദക്ഷയാഗത്തിൽ വെച്ച് മകളായ സതിയെ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു വരികയാണ്. ബ്രഹ്മാവും ശിവനും ഒഴിച്ച് എല്ലാവരും ആദരവോടെ എഴുന്നേറ്റ് നിന്നു. ശിവൻ എഴുന്നേൽക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ദക്ഷന് കോപം വന്നു. അങ്ങനെ ശിവനെ അധിക്ഷേപിച്ചു എന്നാണ്. പിന്നീട് ശിവന് യജ്ഞഭാഗം കൊടുക്കാതെ യജ്ഞം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചപ്പോൾ ആ യാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ സതീദേവി യാഗത്തിന് അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് പിതാവിനാൽ അപമാനിക്കപ്പെട്ടിട്ട് യോഗാഗ്നിയിൽ ആ സതീദേവി ശരീരം ഉപേക്ഷിച്ചു. അടുത്തത് 10ാമത്തെ ശ്ലോകം. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദധലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. പദമുറിച്ച് പറയാം. ക്രുദ്ധേശമർദ്ദിതമഖഃ സ തു കൃത്തശീർഷഃ ദേവപ്രസാദിതഹരാത് അഥ ലബ്ധജീവഃ ത്വത് പൂരിതക്രതുവരഃ പുനരാപ ശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സഹ തു, അദ്ദേഹമാകട്ടെ, ആ ദക്ഷനാകട്ടെ, ക്രുദ്ധ ഈശ, കോപിഷ്ഠനായ ശിവനാൽ, മർദ്ദിതമഖഃ, തകർക്കപ്പെട്ട യാഗത്തോടുകൂടി, കൃത്തശീർഷഃ, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായിട്ട്, അഥ പിന്നീട്, ദേവപ്രസാദിതഹരാത്, ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട പരമേശ്വരനിൽ നിന്ന്, ലബ്ധജീവ, ജീവൻ തിരിച്ചു കിട്ടിയിട്ട്, ത്വത് പൂരിത ക്രതുവരഃ, അങ്ങയാൽ പൂർത്തിയാക്കപ്പെട്ട യാഗത്തോടുകൂടി, പുനഃ വീണ്ടും, ശാന്തിം ആപ, ശാന്തിയെ പ്രാപിച്ചു. ഹേ പ്രശാന്തികര, എല്ലാവർക്കും പരമശാന്തിയെ പ്രദാനം ചെയ്യുന്ന മരുത്പുരേശ, ഗുരുവായൂരപ്പ, സഹാത്വം, ആ അവിടുന്ന്, രക്ഷിക്കണേ, പാഹി, രക്ഷിക്കണേ, മാം പാഹി, എന്നെ രക്ഷിക്കണേ. സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു എന്നറിഞ്ഞ മഹാദേവൻ കോപിച്ച് സ്വന്തം ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ചു. ആ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷന്റെ കഴുത്തറക്കുകയും ചെയ്തു. ദേവന്മാരുടെ സ്തുതി കേട്ട് സന്തോഷിച്ച പരമേശ്വരൻ ദക്ഷന്റെ കഴുത്തിൽ ആടിൻ്റെ തല വെച്ച് കൊടുത്തിട്ട് ദക്ഷന് ജീവൻ കൊടുത്തു എന്നാണ്. അപ്പം അങ്ങനെ യജ്ഞം പൂർത്തിയാക്കി അവിടെ എല്ലാവരും ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും പരമശാന്തിയെ പ്രദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടുകൂടിയിട്ട് 16ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.